ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ എപ്പോഴും സാറ്റർഡേ ഓഫർ എല്ലാ ദിവസവും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നാളെക്ക് പകരം ഇന്നൊരു ഇത് ചെയ്യാൻ കേട്ടോ. കോട്ടണിൻ്റെ ആണ് കഴിച്ച് നമ്മൾ ജോർജറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ കോട്ടണിൻ്റെ കുറച്ച് സ്റ്റോക്കുള്ള കുർത്തീസ് അപ്പോൾ നമ്മൾ ഇത് മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിനും സൈസിൻ്റെ ഉള്ള പ്രശ്നം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള സൈസസ് ഞാൻ പറയാം. ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 850 തുടങ്ങിയിട്ട് ഉള്ള സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യണേ. അപ്പൊ ഞാൻ ഓരോന്ന് കാണിച്ചു തുടങ്ങാം. അപ്പൊ ഞാൻ ഈ വേറെ ഏതൊക്കെയാണത് ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് 850 ഫസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഇത് കാണിച്ചു തരാം. ഇത് ഇക്കത്തിന്റെ സ്റ്റാർട്ടിങ് കാണട്ടോ. ഞാൻ പറഞ്ഞു വീണ്ടും ഇതുപോലെ ഇക്കത്തിന്റെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ. ഇതുപോലെ അങ്കരക്ക പാറ്റേണിലോട്ട് സോഫ്റ്റ് ബോൾസ് എല്ലാം വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ വിത്ത് ഔട്ട് ലൈനിങ് ആണ്, കോട്ടൺ. ഇത് സെക്കൻഡ് വൺ വന്നിട്ട് ഇതേപോലെ ഇത് കോട്ടൺ തന്നെയാണ്. ഇതുപോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക്കിലോട്ട് നമ്മൾ ഈ ഒരു യോക്ക് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ഈ ഒരു യോക്ക് വെച്ചിട്ട് ഇതേപോലെ സ്ലീവിന്റെ എൻഡിലോട്ട് ഇതുപോലെ ഈ ഒരു ബോർഡർ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം സെക്കൻഡ് ഇത് വന്നിട്ട് ഇത് തേർഡ് വന്നിട്ട് നമ്മൾ ഇതേപോലെ ഹാൻഡ് വർക്ക് വന്നേക്കുന്ന ഒരു ഇതാണ് കേട്ടോ. നല്ലൊരു ഡാർക്ക് കനകാംബരം കളർ എന്ന് പറയില്ല, പീച്ച് കളർ, ആ ഒരു ഷെയ്ഡിലോട്ട് ഇത് ഹാൻഡ് വർക്ക് ആണ് ചെസ്റ്റ് പോർഷനിൽ. അപ്പൊ ഓരോന്നിന്റെയും റേറ്റ് ഓരോന്നിന്റെയും ഡിഫറെന്റ് ആയിരിക്കും. സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് ഹാൻഡ് വർക്ക് വരുന്നതാണ്. ഒരു യോക്ക് കൊടുത്തിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു 750 അതിനകത്തോട്ടൊക്കെ വരുന്ന റേഞ്ചിൽ വരുന്നത്. ഇതുപോലെ നമ്മൾ സെന്ററിൽ ഇതുപോലെ ഒരു സ്ലിറ്റ് എല്ലാം കൊടുത്ത് ക്ലോത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ റൗണ്ട് നെക്കിൽ ഈ ഒരു പാറ്റേൺ. പിന്നെ അതിനകത്തോട്ട് തന്നെ ഒരു ചെറിയ യോക്കൊക്കെ കൊടുത്തിട്ട് ഈ ഒരു പാറ്റേൺ ഇത് കണ്ടോ. ഇതുപോലെ ഫാസ്റ്റ് ആയിട്ട് കാണിക്കാം. ഇതൊരു മൊഡാൽ, അതിന്റെ ഒരു യോക്കാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇതേപോലെ ഉണ്ട് ഈ ഒരു പാറ്റേൺ. പിന്നെ ഇതിന്റെ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഇത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പറയാം. ഇത് നമുക്ക് XL 2XXL അതിന്റെ താഴോട്ടുള്ള സൈസ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. പ്ലസ് സൈസ് ചോദിച്ചാൽ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഇത് ഷർട്ട് കോളർ പാറ്റേണിലോട്ട് ഇതുപോലെ താഴേക്ക് ബോർഡർ ഒക്കെ വന്നിട്ട് ഈ ഒരു ഫ്ലവർ വന്ന് താഴേക്ക് ബോർഡർ ഇതുപോലെ സ്ലീവിന്റെ എൻഡിലേക്കും ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ബാക്ക് സൈഡും ആ ഒരു സെയിം ഡിസൈൻ തന്നെ നമുക്ക് വരുന്നുണ്ട് കണ്ടോ. ഇതുപോലെ ഇനി ആ ഒരു പ്രിന്റ് തന്നെ ഷർട്ട് കോളർ വേണ്ട എന്നുള്ളവർക്ക് ഇതുപോലെ നമ്മൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു വി നെക്കിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വി നെക്ക് കൊടുത്തിട്ട് ഇവിടെ ജോയിന്റ് വരും. കാരണം നമ്മൾ ഇങ്ങനത്തെ ഫാബ്രിക്സിന് വിട്ട് കുറവായതുകൊണ്ട് ഇതും താഴെയും ബാക്കും ഫ്രണ്ടും ഒക്കെ ബോർഡർ വരുന്നുണ്ട്. ഇതേപോലെ സ്ലീവിന്റെ എൻഡിലോട്ടും ബോർഡർ ഉണ്ട് കണ്ടോ. അപ്പം ഇത് വി നെക്കാണ് കേട്ടോ. ഇത് വീനക്കാണ്. ഇതുപോലെ വന്നിട്ട് ഈ ഒരു പാറ്റേൺ. പിന്നെ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ് ഈ ബ്ലൂ. ഹാപ്പി ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് ഇതുപോലെ ഒരു ജോർജറ്റിന്റെ ഇറക്കിയായിരുന്നു. ഇതുപോലെ അജ്രക്കിന്റെ യോക്ക് എല്ലാം വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ. ഇതുപോലെ സ്ലീവ് ഇതേപോലെ പ്ലെയിൻ ആയിട്ട്. അതുപോലെ നേരത്തെ കാണിച്ച് ആ ഒരു ഗ്രേപ്പ് കളറിന്റെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡിലോട്ടാണ് നമ്മൾ ഇത് വന്നേക്കുന്നത്. ഇതിനകത്ത് ബ്ലാക്ക് ക്ലോത്ത് ബട്ടൺ ആണ് കൊടുത്തേക്കുന്നത്. സെൻട്രൽ സ്ലിറ്റ് വന്നിട്ട് ഇതേപോലെ കണ്ടോ, സെൻട്രൽ സ്ലിറ്റ് ഉണ്ട് ഈ ഒരു പാറ്റേൺ. ഓക്കെ, പിന്നെ ഇതും നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇതിന് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് XL, സ്മോൾ, മീഡിയം, ലാർജ്, XL ആ ഒരു സൈസിലോട്ട് ഇത് കിട്ടും. ഇങ്ങനെയുണ്ട് ഇതൊരു പാറ്റേൺ. നല്ല കോട്ടൺ ഫാബ്രിക് ആണ്. അപ്പോൾ നമുക്ക് സമ്മറൊക്കെ ആകുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആണ് ഇപ്പോൾ കോട്ടൺ ഒക്കെ. അപ്പോൾ ഇതുപോലെ ഇത് നമുക്ക് ഇക്കത്തിന്റെ തന്നെ A ലൈൻ പാറ്റേൺ ആണ് കേട്ടോ. ഇതുപോലെ നല്ലൊരു കളറാണ് കേട്ടോ. A ലൈനിലോട്ട് ഇതുപോലെ അങ്കരക്ക സ്റ്റൈലിലോട്ട് ഒരു ഡോറി എല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഈ ഒരു പാറ്റേൺ. പിന്നെ ഇത് കോട്ടൺ തന്നെ ഒരു ബാത്തിക് പ്രിന്റ് വരുന്ന ഇതും നമുക്ക് സ്ലിറ്റ് ഉള്ള പാറ്റേണിലേക്കാണ് ചെയ്തേക്കുന്നത് കണ്ടോ. ഇതുപോലെ വി നെക്കായിട്ട് വി കോളറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്ലൂ കളറ് ഇതുപോലെ ഉണ്ട്. പിന്നെ നേരത്തെ കാണിച്ച ഇക്കത്ത് തന്നെ നമുക്ക് കുറച്ചും കൂടെ വേറൊരു പാറ്റേണിലേക്ക് ചെയ്തേക്കുന്നതാണ്. സെൻട്രലിലോട്ട് ഇതുപോലെ ഒരു ഇക്കത്തിന്റെ ഒരു ആ ഒരു കോമ്പിനേഷൻ ഫ്ലവർ കൊടുത്തിട്ട് ബോട്ട് നെക്ക് വിത്ത് വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലോട്ട് ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇത് ഓക്കെ. പിന്നെ ഇതെന്താ ബ്ലൂ കളർ ഇതേപോലെ റേയോൺ ഫാബ്രിക്കിൽ. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ഇതിപ്പം നമുക്ക് മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് പീസ് ഉള്ളതുകൊണ്ട് മാത്രം കാണിക്കുന്നതാണ്. ഇതുപോലെ നല്ല ഡാർക്ക് ബ്ലൂ കളറിലോട്ട് ഷർട്ട് കോളർ പാറ്റേണിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ. ഇത് തന്നെ നമ്മൾ ഒരു വി നെക്ക് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ യെല്ലോ വന്നിട്ട് നല്ല ഇത് ഫ്ലവർ വലുതാന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ഇടാനായിട്ട്. ഇതും സെൻട്രൽ സ്ലിറ്റ് ഉണ്ട് നമുക്ക്. അതുപോലെ സോഫ്റ്റ് ബോൾസ് വെച്ചിട്ടുണ്ട്. ഓൾ ഓവർ സോഫ്റ്റ് ബോൾസ് വെച്ചിട്ടുണ്ട്. എൻഡിൽ ഇതുപോലെ കട്ടിങ് ഉണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള വി നെക്കാണ് കൊടുത്തേക്കുന്നത്. ഇത് അതിൻ്റെ തന്നെ നമുക്ക് റെഡും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതൊരു ഫ്രോക്ക് പോലെ. ഇതൊരു മസ്ലിൻ ഫാബ്രിക് ആണ് കേട്ടോ. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണ്. മസ്ലിൻ എല്ലാവർക്കും അറിയാം, നല്ല അത്യാവശ്യം നല്ല കോസ്റ്റ് ഉള്ളൊരു ഫാബ്രിക് ആണ്. ഇതൊരു ആലിയ കട്ട് പാറ്റേണിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ
വിത്ത് ഔട്ട് ലൈനിങ് ആണ് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ എ ലൈൻ ആണ്, ടക്ക് മാത്രം കൊടുത്തിട്ട് ഇതേപോലെയാണ് വരുന്നത് കേട്ടോ, ഇതുപോലെ. ഓക്കെ, അപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു എന്താ പറയുക ബ്ലൂയുടെ ഇത് അതുപോലെ തന്നെ റെഡ് ആണ് ഇത് വരുന്നത്. ഇതെല്ലാം ഞാൻ ജസ്റ്റ് നമുക്ക് ഓരോ പീസസ് ലെഫ്റ്റ് ആയതുകൊണ്ട് മാത്രം കാണിക്കുന്നതാണ്. അതുപോലെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസാണിത്. ഇതും സെൻറ്ററിൽ സ്ലിറ്റ് വന്നിട്ട് സോഫ്റ്റ് ബോൾസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ ആണ്. ഓക്കെ, അതുപോലെ ഇതുപോലെ ഒരു കോട്ടൺ ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ഇതും നമുക്ക് എ ലൈൻ പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. നല്ലൊരു പ്ലസന്റ് കളറാണ്. ഇതും ആ ഒരു സെയിം പാറ്റേണിലോട്ടാണ് ചെയ്തേക്കുന്നത്. എ ലൈൻ പാറ്റേൺ വിത്ത് സെൻറ്ററിൽ സോഫ്റ്റ് ബോൾസ് ഒക്കെ വെച്ചിട്ട് ഇത് ബോട്ട് നെക്ക് വിത്ത് വി കട്ടിങ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് തന്നെ ഷർട്ട് കോളറും ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ കോട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഫിനിഷ് ആയതാണ്. ഇപ്പോൾ ലാസ്റ്റ് പീസാണ്. ഇതുപോലെ ഷർട്ട് കോളറിലോട്ട് ചെയ്തിട്ട് ഇത് കണ്ടോ, ഷർട്ട് കോളർ ചെയ്തിട്ട് ഇതിന്റെ ബോട്ടം അവൈലബിൾ ആണ്. ബോട്ടം വേണം എന്നുള്ളവർക്ക് അതല്ല, ടോപ്പ് ഓൺലി ആണെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാവും അതിന്റെ ലുക്ക് വരുന്നത്. കണ്ടോ, നല്ലൊരു താഴെ ബോർഡറൊക്കെ വന്നിട്ട് ഇതേപോലെ കണ്ടോ, ഇതുപോലെ ബോർഡർ. നേരത്തെ കാണിച്ച് ഞാൻ പറഞ്ഞില്ല, ബ്ലൂവിന്റെ ഷർട്ട് കോളർ വേണ്ട എന്നുള്ളവർക്ക് ഇതേപോലെ എ ലൈൻ വിത്ത് സെൻറ്ററിൽ ഒരു കട്ടിങ് എല്ലാം വെച്ചിട്ട് ഇതേപോലെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനക്ക്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നല്ല അത്രയും നല്ല മൂവിങ് ആയിട്ടുള്ള ഫാബ്രിക് ആയിരുന്നു. ഇപ്പോൾ എല്ലാം ഫിനിഷ് ഇപ്പം നമുക്ക് സൈസ് ചെയ്തിട്ടതിൽ ലെഫ്റ്റ് ആയത് മാത്രമാണ് ഇതേപോലെ കാണിക്കുന്നത്, ഇതുപോലെ. ഓക്കെ, പിന്നെ നേരത്തെ കാണിച്ച ആ ഒരു പിങ്കിന്റെ ഇതുപോലെ ഷർട്ട് കോളർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം വെയർ ചെയ്യാനുള്ള ഒരു ഇതില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതുപോലെ ഷർട്ട് കോളർ പാറ്റേണിലോട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കളറാണ് കേട്ടോ. പിങ്ക് കളർ ഇതേപോലെ വിത്തൗട്ട് ലൈനിങ് ഷർട്ട് കോളർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ ദിവസത്തേക്ക് മാത്രമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ സെയിം പഴയ റേറ്റ് തന്നെ വരും. ഉള്ള പീസ് മാത്രമാണ് ഇങ്ങനെ നമ്മൾ ഈ റേറ്റിലേക്ക് ആക്കുന്നത് കേട്ടോ. അതായത് ഓഫറിൽ ഷിപ്പിംഗ് ഫ്രീ ഒക്കെ ആയിട്ട്. ഇത് വന്നിട്ട് ലാസ്റ്റ് ഇത് ടോപ്പും ബോട്ടവും ആയിട്ട് ഉണ്ട്. ഇതുപോലെ ബോട്ടനൊക്കെ വിത്ത് ഈ ഒരു വി കട്ടിങ് വന്നിട്ട് നല്ല റാണി പിങ്ക് കളറിലോട്ട്. ഇതിന്റെ ബോട്ടവും ഉണ്ട്, വേണം എന്നുള്ളവർക്ക് പലാസോ ബോട്ടം കണ്ടോ, ഇതുപോലെ പലാസോ ബോട്ടമായിട്ടാണ് ഇലാസ്റ്റിക് വെച്ചിട്ട് നല്ല വിട്ടൊക്കെയുള്ള പലാസോ ബോട്ടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയും ഒരു 4-5 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നമ്പർ 9495402891 ആയിരിക്കും. മെസ്സേജ് ഇട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.